വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൂശ് മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു, മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്നു. പാപം മൂലം അകന്നുപോയ മനുഷ്യനെ ദൈവത്തോടുള്ള ശത്രുത്വം ഇല്ലാതാക്കി ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന പ്രവർത്തനമാണ് ക്രൂശിൽ നടന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ആദ്യഫലമാണ് ക്രിസ്തീയ സഭ. യേശുവിനെ ക്രൂശിൽ തറയ്ക്കുവാനായി യഹൂദന്മാർക്ക് വിട്ടുകൊടുത്തത് പീലാത്തോസ് ആണ്. യേശുവിനെതിരായി മഹാപുരോഹിതന്മാർ പല കുറ്റാരോപണങ്ങൾ നിരത്തിയെങ്കിലും യേശുവിൽ ഒരു കുറ്റവും കാണുവാൻ പീലാത്തോസിന് കഴിഞ്ഞില്ല. പീലാത്തോസ് പറയുന്നത്, മരണയോഗ്യമായതൊന്നും ഞാൻ ഇവനിൽ കാണാത്തതിനാൽ ഞാനിവനെ അടിപ്പിച്ച് വിട്ടയക്കും. ലൂക്കോസ് 23:22 മുതൽ 25 വരെ. ഈ വിധത്തിൽ പറഞ്ഞുവെങ്കിലും യഹൂദന്മാരുടെ ഭീഷണിക്ക് വഴങ്ങി പീലാത്തോസിന് യേശുവിനെ ക്രൂശിപ്പാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. യോഹന്നാൻ 19:12 മുതൽ 16 വരെ വാക്യങ്ങളിൽ പറയുന്നത്, യേശുവിനെ വിട്ടയപ്പാൻ പീലാത്തോസ് ശ്രമിച്ചു എങ്കിലും യഹൂദന്മാരുടെ ഭീഷണിക്ക് വഴങ്ങി യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. തൻ്റെ സ്ഥാനം സംരക്ഷിക്കുവാനുള്ള വ്യഗ്രത ഒന്നുകൊണ്ട് മാത്രമാണ് യഹൂദന്മാരുടെ ഭീഷണിക്ക് പീലാത്തോസ് വഴങ്ങിയത്. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയതിനു ശേഷമാണ് യേശുവിനെ ക്രൂശിപ്പാൻ വിട്ടുകൊടുത്തത്. ഈ സമയം ആ കുറ്റം സ്വയം ഏറ്റെടുത്തുകൊണ്ട് യഹൂദന്മാർ പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. മത്തായി 27:25. ചരിത്രം പഠിക്കുമ്പോൾ അവർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അവരുടെ തലമുറകളുടെ മേൽ നീതിമാൻ്റെ രക്തം ചൊരിഞ്ഞതിൻ്റെ ശിക്ഷ ഉണ്ടായതായി കാണാം. ഇന്നും അത് തുടരുന്നു. കുറ്റമില്ലാഞ്ഞിട്ടും കുറ്റമൊന്നും കണ്ടെത്തുവാൻ കഴിയാതിരുന്നിട്ടും യേശുവിനെ ഒരു കുറ്റവാളിയെ പോലെയാണ് പീഡിപ്പിച്ചത്. 1 പത്രോസ് 2:24 പറയുന്നത്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപത്തിൻ്റെ ഫലമായി യേശു തൻ്റെ കൈകളിലും കാലുകളിലും മുഖത്തും തലയിലും ശരീരത്തിലെ എല്ലായിടങ്ങളിലും മുറിവുകൾ ഏറ്റു. മഹാപുരോഹിതൻ്റെ മുൻപിൽ വെച്ചാണ് യേശുവിന് ആദ്യ മുറിവ് ഉണ്ടായത്. മഹാപുരോഹിതൻ്റെ പ്രസ്താവന കേട്ട് യഹൂദന്മാർ യേശു മരണയോഗ്യൻ ആകുന്നു എന്ന് വിധിക്കുമ്പോൾ പടയാളികൾ യേശുവിൻ്റെ മുഖത്ത് തുപ്പുകയും മുഷ്ടി ചുരുട്ടി കുത്തുകയും കന്നത്തടിക്കുകയും ചെയ്തു. മത്തായി 26:67. യേശുവിൻ്റെ മുഖം മൂടി ചേവകർ അവനെ അടിച്ചുകൊണ്ട് കയ്യേറ്റു എന്ന മർക്കോസ് 14:65 വായിക്കുന്നത്. യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ചു, കണ്ണുകെട്ടി, തല്ലി, പ്രവചിക്ക, നിന്നെ അടിച്ചവൻ ആർ? ലൂക്കോസ് 22:63-64 വാക്യങ്ങൾ. ഈ 3 ഭാഗങ്ങളിലെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, യേശുവിൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിയതിനു ശേഷം ചേവകർ അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും കന്നത്തടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു എന്ന്. കന്നത്ത് അടി ഏറ്റതിനാൽ അവൻ്റെ കൺപോളകൾ വീർത്തു. മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയേറ്റ് മുഖത്തും ശരീരത്തിലും ഉള്ള മാംസം അസ്ഥികളിൽ നിന്ന് വേർപെട്ട് ശരീരം വികൃതമായി. കർത്താവിനുണ്ടാകാവുന്ന ഈ അവസ്ഥയെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നു. യെശയ്യാ 52:14, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും അവനെ കണ്ട് സ്തംഭിച്ചു പോകും. കർത്താവിൻ്റെ അധരവും കണ്ണുകളും അടിയേറ്റ് മുറിയുകയും ചതയുകയും ചെയ്തു. കർത്താവിൻ്റെ അധരത്തെക്കുറിച്ച് വഞ്ചനയില്ലാത്ത വായെന്നും 1 പത്രോസ് 2:22, ലാവണ്യം പുറപ്പെടുവിച്ച വായെന്നും ലൂക്കോസ് 4:22, മരുഭൂമിയിൽ വെച്ച് സൂര്യനെ പോലെ ശോഭിച്ച മുഖമെന്നും മത്തായി 17:2 പറഞ്ഞിരിക്കുന്നു. ഈ മുഖത്തെയാണ് കുത്തിയും അടിച്ചും വികൃതമാക്കിയത്. കർത്താവിൻ്റെ കണ്ണുകളെക്കുറിച്ച് വായിക്കുന്നത്, ലാസറിൻ്റെ കല്ലറയ്ക്കരികിൽ നിന്ന് കരഞ്ഞ കണ്ണ്. യോഹന്നാൻ 11:35. യെരൂശലേം നഗരത്തെ നോക്കി അതിന് വരാൻ പോകുന്ന നാശത്തെ കണ്ട് കരഞ്ഞ കണ്ണ്. ലൂക്കോസ് 19:41. തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ അവൻ്റെ പാപത്തെ ഓർപ്പിച്ച് കരയിച്ച കണ്ണ്. ലൂക്കോസ് 21:61. ധനികരുടെയും വിധവയുടെയും വഴിപാടിനെ വിലയിരുത്തിയ കണ്ണ്. ലൂക്കോസ് 21:1 മുതൽ 3 വരെ. ഈ കണ്ണും അധരവുമാണ് അടിയേറ്റ് വീങ്ങി വികൃതമായത്.
എന്തിനു വേണ്ടി ഇതെല്ലാം അവനേറ്റു? എൻ്റെയും നിൻ്റെയും അനവധിയായ പാപം മോചിച്ച് പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഒരു പുതിയ മനുഷ്യനാക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ പാപമില്ലാത്തവൻ അടിയും ഇടിയും ഏറ്റ് വികൃതമാക്കുന്നതിന് കാരണക്കാരായത് നാം ഓരോരുത്തരുമല്ലേ? നമുക്ക് വേണ്ടി മുറിവേറ്റ് വികൃതമായി യേശുവിൻ്റെ ശരീരം പഴയതുപോലെ ആക്കുവാൻ നമുക്ക് മാത്രമേ കഴിയൂ. അതിന് നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം: നമ്മുടെ പാപച്ചുവടിനെ യേശുവിൻ്റെ ക്രൂശിൻ ചുവട്ടിൽ ഇറക്കി വയ്ക്കണം. എങ്കിൽ നമ്മുടെ പാപം ക്ഷമിക്കപ്പെടുകയും യേശുവിൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യും. കർത്താവേ, എൻ്റെ പാപഭാരവുമായി ഞാൻ ക്രൂശിൻ്റെ ചുവട്ടിൽ മുട്ടുകുത്തുന്നു. എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കി രൂപപ്പെടുത്തണമേ. ആമേൻ.